ശ്രീ രജി ലൂക്കോസ്, ഇതിപ്പോൾ കോടതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത്. വെല്ലുവിളിക്കേണ്ടതില്ല എന്ന വിദ്യാഭ്യാസ മന്ത്രിയും പറയുകയാണ്. അപ്പോൾ അത് ആ രൂപത്തിലായി കഴിഞ്ഞിരിക്കുന്നു. സർക്കാരും ഈ സ്കൂളിന്റെ മാനേജ്മെന്റും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് അത് നീങ്ങുകയാണ്. അല്ല സ്മൃതി, അത് ഒരു ഏറ്റുമുട്ടലിലേക്ക് എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സ്കൂൾ മാനേജ്മെന്റ് അവരുടേതായ ഈ പറയുന്ന ഇതുപോലെയുള്ള ഈ പറയുന്ന വിഘടന മാനസികാവസ്ഥയുള്ള കുറേ ആളുകൾ ഇടപെട്ടപ്പോൾ അവരുടെ സുരക്ഷിതത്തിന് വേണ്ടി ഇത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് മാത്രമായിട്ട് നമ്മൾ പറയേണ്ട കാര്യമില്ല. നമ്മുടെ സമൂഹത്തിലെ ഏത് വിഭാഗവും അങ്ങനെ ഒരു പിന്നെ യുദ്ധത്തിലേക്ക് കിടക്കുന്നൊരു വിഭാഗക്കാരല്ല. പിന്നെ ഞാനൊരു ഉദാഹരണം പറയാം. അതായത് കേരളത്തിൽ ഇന്ന് ഇന്ത്യയിൽ സുരക്ഷിതമായിട്ട് മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുന്ന, പ്രത്യേകിച്ച് മതവിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് അവരുടെ ചിഹ്നങ്ങളും അവരുടെ സഭാവസ്ത്രങ്ങളൊക്കെ ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരേ ഒരിടം കേരള എന്നുള്ളവരും വളരെ വ്യക്തമായി കഴിഞ്ഞു. ഒരു തർക്കമില്ല കാര്യത്തിൽ. ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരളവ് വരെ ഈ അടുത്ത കാലത്ത് തമിഴ്നാടും നിങ്ങൾ കർണാടകയ്ക്ക് പോകും. ഇപ്പോൾ അവിടെ കോൺഗ്രസ് അല്ലേ ഭരിക്കുന്നത്. കർണാടകയുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പോഴും ഈ ക്രിസ്ത്യൻ പുരോഹിതന്മാർക്കും ഈ പെന്തക്കോസ്റ്റ് കമ്മ്യൂണിറ്റിക്കും ബൈബിൾ പിടിച്ച് നടക്കാൻ പറ്റത്തില്ല. അവിടുത്തെ പല ഏരിയയിലും പല സുഹൃത്തുക്കളും നമ്മളോട് വിളിച്ചു പറഞ്ഞത് അവർക്ക് കർണാടക കോൺഗ്രസ് ഭരിച്ചിട്ട് പോലും ഒരളവ് വരെ അതിന് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതാണ് സ്ഥിതി എന്ന് പറയുന്നത്. അവിടെയാണ് കേരളം എന്ന് പറയുന്നത് ലോകത്തിന് മാതൃക, പ്രത്യേകിച്ച് ഇന്ത്യക്ക് മാതൃക. ഒറ്റ ഉദാഹരണത്തോടെ പറയാം, അത് പറയാൻ എന്നെ അനുവദിക്കണം. ബിഷപ്പ് പാംബ്ലാനി എന്ന് പറയുന്ന പിതാവ്, പൊതുവെ അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളും വിവാദം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? സഭാവസ്ത്രങ്ങളും ചിഹ്നങ്ങളും ആയിട്ട് ന്യൂനപക്ഷങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഏക ഇടം കേരള എന്ന് പറഞ്ഞു. അതിപ്പോൾ ഒരു കോൺട്രവേഴ്സി ആയിട്ട് കൊണ്ടുവരാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. ഇതിനെ നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഈ വിഷയം ഏറ്റുപിടിച്ചിരിക്കുന്ന ആരാ? അത് കേരളത്തിൻ്റെ ഒരു ഭാഗ്യമാണ്. ഏറ്റുപിടിച്ചിരിക്കുന്ന 2 തീവ്രവാദ പ്രസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ. തീവ്രം എന്ന് പറഞ്ഞാൽ മത തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നവർ SDPI അതുപോലെ തന്നെ ഈ RSS BJP മാത്രമേ ഉള്ളൂ. BJP പേരിനൊരു വിവാദമായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. മറ്റൊരു വിഭാഗവും ഇത് ഏറ്റുപിടിച്ചിട്ടില്ല. എന്താ കാരണം? കേരളം എന്ന് പറഞ്ഞാൽ അതാണ്. കേരളം അതാണെന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ. ഇനി മൂവാറ്റുപുഴ നിർമ്മല കോളേജിലൂടെ പലരും വിഷയങ്ങൾ പറഞ്ഞല്ലോ. മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ ചില വിഷയം എനിക്ക് നേരിട്ടറിയാവുന്ന ഒരാളാണ്. നേരിട്ട് പറഞ്ഞാൽ ഞാൻ ബന്ധപ്പെട്ടതല്ല, എനിക്കറിയാം അവിടുത്തെ കാര്യങ്ങൾ. അവിടെ ഇതുപോലെ തന്നെ 3-4 കുട്ടികൾ അവരുടെ അവരുടെ നിസ്കാരത്തിന് അനുവദിക്കണമെന്ന് പറഞ്ഞു വെള്ളിയാഴ്ച ദിവസങ്ങളിൽ. അതിനെ ചേർത്ത് തോപ്പിച്ചാരാന്നറിയോ? ഇസ്ലാം മത സഹോദരങ്ങളാ. അവർ പറഞ്ഞു നിങ്ങൾക്കൊക്കെ പ്രാർത്ഥിക്കണമെങ്കിൽ തൊട്ട് മുമ്പിൽ ഒരു പള്ളിയുണ്ട്, അവിടെ പോയി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. മൂവാറ്റുപുഴ നിർമ്മല കോളേജ് എന്ന് പറയുന്നത് 10,000ങ്ങളെ പഠിച്ചു വിളിപ്പവന് വളർത്തിയ ഒരു സരസ്വതി ക്ഷേത്രം. ഇവിടെ ഒന്നും നടക്കുകയെന്ന് പറഞ്ഞത് ക്രിസ്ത്യാനി ഹിന്ദു അല്ല, ആ വിഭാഗത്തിൽപ്പെട്ട നല്ല മനുഷ്യരാണ് പറഞ്ഞത്. അതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായ സംഭവങ്ങൾ അടുത്ത കാലത്ത്. അതിനെ കയറി ഏറ്റുപിടിച്ചുകൊണ്ട് ചിലർ വിവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചു, കെട്ടടങ്ങിപ്പോയി. കാരണം എന്തുകൊണ്ടാണ്? കേരളീയ പൊതുസമൂഹം അംഗീകരിക്കത്തില്ല. അതതിൻ്റെ വസ്തുത എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ദയവായിട്ട് ഈ ചർച്ച കേൾക്കുന്ന മനുഷ്യരോട് പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ കാര്യങ്ങളുമായിട്ട് ആരെങ്കിലും തീപ്പന്തമായിട്ട് വന്നാൽ അതിന് ചുറ്റും കൂടരുത്. അവരുടെ ലക്ഷ്യം വലിയ മോശമായ ലക്ഷ്യമാണ്. പിന്നെ സണ്ണിയ കവിക്കാട് പറഞ്ഞ ഒരു കാര്യത്തിനോട് എനിക്ക് യോജിപ്പുണ്ട്. അതറിയോ? ഇസ്ലാമോഫോബിയ പടർത്താനായിട്ട് ഇവിടെ ചിലർ ശ്രമിക്കുന്നുണ്ട്. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും തീവ്ര മാനസികാവസ്ഥയുള്ള ചില ആളുകൾ എല്ലാ മതവിഭാഗത്തിലുള്ളത് കേരളത്തിലുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ കാസ ഹിന്ദു കമ്മ്യൂണിറ്റിയില്ലേ, RSSകാരില്ലേ? ഇവിടെ കാഞ്ഞിരപ്പള്ളിക്കടുത്ത് തമ്പലക്കാടുണ്ടായ സംഭവം എന്താ? ആ കുട്ടിയുടെ വീഡിയോ ഇന്ന് വൈറലാണ്. ആ കുട്ടി എന്നാ പറഞ്ഞേ? നിങ്ങൾ കേട്ടില്ലേ? ശ്രുതി കേട്ടില്ലേ? ഇന്ന് ഇന്ത്യ മുഴുവനും അത് ചർച്ചയായി. ഇന്ത്യ മുഴുവനും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അതിനെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ടിരിക്കുക. RSS എന്ന് പറയുന്ന സംഘടന ഒരിക്കലും ജോയിൻ ചെയ്യരുത്. ഏറ്റവും വെറുക്കപ്പെട്ട സംഘടന കുട്ടിയുടെ ജീവിതാനുഭവം കൊണ്ട് പറഞ്ഞത്. ആ നാട്ടിൽ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ഇനി ചർച്ച ചെയ്യരുത്. ആ പ്രശ്നം തീർന്നു. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ ആ സ്കൂളിലെ വിഷയങ്ങൾ അവർ ആ മാതാപിതാക്കളുമായിട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെട്ടു. പിന്നെ ഏതെങ്കിലും ഒരാൾക്ക് അവിടെ ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചാൽ നടക്കിയല്ല. ഒരു കാരണവശാൽ ഈ കേരളം അവർ അംഗീകരിക്കത്തില്ല. അതുകൊണ്ട് ഇത്തരക്കാരുടെ പുറകെ പോകരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.